ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സ്വന്തം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ അപ്പൊ നമ്മുടെ ഏതാണ് കാർത്തിക് ചേട്ടൻ്റെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ യെസ് ഗൈസ്, നമ്മുടെ ടൈഗർ പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ അതെ ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെന്തായാലും നമ്മളോടെ ഒരാളുണ്ട് ഗൈസ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ടൈഗർ പട്ടിങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ യെസ് ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈവിംഗ് 3Dയിലും കേരളമൊക്കെ ഉള്ള നമ്മുടെ ടൈഗറില്ലേ ഗൈസ്. ഓക്കെ അവനാണ്. ഓക്കെ ഞാൻ ഇന്നെന്തായാലും അവനെയും കൊണ്ടാണ് എന്തായാലും വന്നേക്കണം. ഓക്കെ അവനാണെങ്കിൽ കുറേ ദിവസമായിട്ട് എൻ്റെ അവിടെ പറയാണ് ഒരു അടിപൊളി ഒരു ബസ്സിൽ യാത്ര ചെയ്യണം, പിന്നെ അവനെ ബസ് ഓടിക്കണമെന്നൊക്കെ പറയും. ഓക്കെ അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ യെസ് ഗോയ്സ്. ഓക്കെ അപ്പോൾ ഇന്ന് ഞാനാണ് ഈ ഒരു ബസ് ഓടിക്കാനായിട്ട് പോണം, ഈ ഒരു വോൾവോ 9600. യെസ് ഗൈസ്. ഓക്കെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബസ്, ഓക്കെ ഇതെന്ന് വെച്ചാൽ വോൾവോയുടെ 9600. ഓക്കെ ഈ ഒരു വലിയൊരു മൾട്ടി സെമി ബസ്സും കയറലൊക്കെ നമ്മുടെ ഏതാണ് ടൈഗറും കയറലൊക്കെയാണ് ഓടിക്കുന്നത്. പിന്നെ നമ്മുടെ ടൈഗർ പിന്നെ ഒരു പ്രോ ഡ്രൈവറാണ്. ഓക്കെ നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് അറിയാം. ഓക്കെ അപ്പം ശരി ടൈഗറെ വണ്ടി എടു. ഞാൻ വണ്ടി എടുക്കാം ടൈഗറെ, പിന്നെ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കേ. നമുക്ക് ഈ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, നമുക്ക് $22 കിട്ടും. ഓക്കെ ഇവിടുത്തെ ഇന്തോനേഷ്യ കറൻസിയാണ്. ഓക്കെ ഇന്ത്യയിലോട്ടേക്ക് വരുമ്പോൾ എത്രയാണോ എന്തൊക്കെ അതെന്തെങ്കിലും ആവട്ടെ. എടാ ലൈറ്റൊക്കെ ഇട്ട് പോ, നമുക്ക് വണ്ടി അവിടെ കൊണ്ട് നിർത്താം പാസഞ്ചേഴ്സിനെ കയറ്റിട്ട്. അയ്യോ ഓക്കെ ഇവിടെ ഇപ്പം എല്ലാവരും വന്ന് കയറുന്നുണ്ട്. എടാ ടൈഗറെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഫോട്ടോ എടുക്ക്, എന്തായാലും ചുമ്മാ നിൽക്കുകയല്ലേ. ശരി ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കാം, വെയിറ്റ് ചെയ്യ് ഒരു മിനിറ്റേ. ഓക്കെ നല്ലൊരു കിടുക്കാച്ച് ഫോട്ടോ എടു, ഒരെണ്ണം കൂടെ എടു. ഞാൻ ഒരെണ്ണം കൂടെ എടുത്ത് നല്ല കിടു ഫോട്ടോ കിട്ടി. ഓക്കെ ഇവിടെ ഇപ്പം എല്ലാവരും വന്ന് കയറി. എടാ ടൈഗറെ നമുക്കാണെങ്കിൽ സോളോ എന്നൊരു സ്ഥലത്താണ് പോകേണ്ടത്. അതൊക്കെ എനിക്കറിയാം, നീ അവിടെ മിണ്ടാകെ ഇരിക്കും എൻ്റെ പൊന്നു ചേട്ടാ. ശരി 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 നീ അതേ വണ്ടി ഓടിക്കേ. ഓക്കെ ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കുന്നു, ഞാൻ നല്ല പ്രൊഫഷണൽ ഡ്രൈവറാണ്. അതൊക്കെ നമുക്ക് ഓടിച്ച് കഴിയുമ്പോൾ കാണാം. മിക്കവാറും നീ ഓടിച്ച് ഈ വണ്ടിയുടെ പരിപ്പിളക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഞാൻ നല്ല സൂപ്പറായിട്ട് ഓടിക്കും. ചേട്ടൻ എൻ്റെ കഴിവ് അറിഞ്ഞൂടാ, ഞാൻ നല്ല സൂപ്പർ ഡ്രൈവറാണ്. ഇപ്പം നീ നല്ല മര്യാദയ്ക്ക് ഓടിക്കുന്നുണ്ട്. എടാ ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ എടുക്കടാ. അമ്മച്ചി ജസ്റ്റ് മിസ്, എൻ്റെ അമ്മച്ചി ഇപ്പോൾ വണ്ടി ഇടിക്കരുത്, വണ്ടിയുടെ ഒരു ലൈഫ് ഉറങ്ങേ. എടാ ടൈഗറെ സൂക്ഷിച്ചൊക്കെ ഓടിക്കടേ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കേ. ഇത് പിന്നെ വലിയ വെയിറ്റുള്ള വണ്ടിയാണ്, അതുകൊണ്ട് ഇതിന് വലിയ സ്പീഡ് കാണാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് നീ അധികം സ്പീഡ് എടുക്കണ്ട. ശരി ശരി എനിക്കറിയാം. എന്നാലും ഞാൻ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാണ്, എനിക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. ശരി ശരി എടാ സൂക്ഷിച്ചൊക്കെ ഓടിക്കേ, നിൻ്റെ കയ്യിൽ തന്ന ഇതാണ് കുഴപ്പം. ഞാൻ വൈപ്പർ അങ്ങ് ഓഫ് ചെയ്തു, വെള്ളം കുറച്ചൊന്ന് ഗ്ലാസ്സിൽ കയറിട്ട്. എന്നെ ഇവിടെ നേരെ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും മറ്റേ ഒരു ലോങ് റൂട്ടിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്തായാലും മാറിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ എന്നിട്ടാണെങ്കിൽ ഞാനും ടൈഗറും കൂടെ കുറേ ദൂരം എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മുടെ ടൈഗറാണെങ്കിൽ പിന്നെ ഇടിക്കാതെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്ന എന്തായാലും ഉണ്ട്. ഓക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ നമുക്ക് നോക്കാം. അതെ ചേട്ടാ, ഞാനാണെങ്കിൽ ഈ വണ്ടികളൊക്കെ അങ്ങ് ഓവർടേക്ക് ചേട്ടാ. ഇപ്പോൾ ഓവർടേക്കില്ലേ? എടാ 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 മണ്ടത്തരം കാണിക്കാതെ. ഇനി ഓവർടേക്ക്. ടൈഗർ 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 ഒരു പ്രോ ഡ്രൈവർ തന്നെ ഗൈസ്, പിന്നെ അല്ലാതെ ഞാനൊക്കെയാണ് പ്രൊഫഷണൽ ഡ്രൈവർ. നമ്മുടെ ഈ ചേട്ടനാണെങ്കിലാ വണ്ടി ഓടിച്ചെങ്കിലാ വണ്ടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വണ്ടി പൊളിയായിരുന്നു. ഞാനൊക്കെ ആണെങ്കിലാ പ്രോ ഡ്രൈവേഴ്സാണ്. കണ്ട
എന്ത് സൂപ്പറായിട്ടെന്നറിയാമോ ഞാൻ വണ്ടി ഓടിച്ചാ. ചേട്ടന് ഇതേപോലെ ഓടിക്കാൻ പറ്റുമോ? എടാ പോടാ, ഞാൻ ഒന്ന് കൈ നേരെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ ഓടും. ഞാൻ പിന്നെ അനാവശ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ്. ആ ഓ ഓ പിന്നെ തള്ളുമ്പോൾ ഒക്കെ ഒരു മയത്തിൽ തള്ളു ചേട്ടാ. ചുമ്മാ എന്തിനും ഇത്രയൊക്കെ തള്ളണം. എടാ 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 ടൈഗറെ, ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ വണ്ടി വാങ്ങിക്കും. അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ വണ്ടി ഞാൻ ഓടിച്ചോളാം. കണ്ടോ എപ്പോഴും 99% ഹെൽത്ത് ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നീ ഇപ്പം വണ്ടി നേരെ ഓടിക്കേ. അയ്യോ, ഇവിടെ ഫ്രണ്ടിൽ നിറയെ വണ്ടിയുണ്ട്. എടാ 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 ടൈഗറെ, സൈഡിലോട്ട് ചേർക്കാതെടാ. എടാ വണ്ടി നശിപ്പിക്കാതെടാ, എല്ലാത്തിനെയും ഓവർടേക്കി. ഞാൻ പറഞ്ഞതല്ലേ, ഇതൊരു മൾട്ടി സെമി ബസ്സാണ്, അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അയ്യോ, നമ്മളിതുവരെയായിട്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തില്ല. എടാ അതൊക്കെ ചെക്ക് ചെയ്യാടാ, നീ അത് നേരെ വണ്ടി ഓടിക്കേ. ഇല്ല ഇല്ല ഇല്ല. ഇത് അത്യാവശ്യം നല്ലൊരു ഹൈവേ പോലത്തെ ഒരു റൂട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ശരി ശരി, ഇവിടെ വെച്ച് ചെക്ക് ചെയ്യും. നേരെ ഓടിക്കേ. അയ്യോ പണി പാളോ. അങ്ങനെയൊന്നുമില്ല, നീ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിച്ചാൽ മതി. ഈ വണ്ടിക്കിപ്പം 169 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഒരു 170 ആവ്. കയറട്ട് 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 കയറ കയറ് 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 വണ്ടിയൊന്നുമില്ല. കയറ് കയറ് കയറ്. അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ്. ടൈഗർ 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 ടൈഗർ. എടാ ടൈഗറെ, നീ ഒരു ടൈഗർ തന്നെടാ. അയ്യോ അയ്യോ എന്നാ എന്തോണത്, കഷ്ടമായി പോയല്ലോ. അപ്പോഴത്തേക്കും വൃത്തിയുടെ ലോങ് റൂട്ട് കഷ്ടം തന്നെ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗായ്സ് നമ്മുടെ ഏതാണ് ടൈഗറും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചോടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ എൻ്റെ പൊന്ന് ഗായ്സ്, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സൈഡ് റെക്കോർഡ് ചെയ്യണതിന് മുമ്പായിട്ടാണെങ്കിൽ ഒരു സംഭവം നടന്നത്. കുറേ വണ്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ടൈഗർ ഓവർടേക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു ഗ്യാപ്പ് കിട്ടി. അവൻ സ്പീഡിൽ അവൻ റോക്കറ്റ് പോലെ അവൻ വണ്ടിയും കൊണ്ട് അവൻ പറത്തി വിട്ട്. അവിടെ നിന്നൊരു വാൻ പോലത്തെ ഒരു വണ്ടി പറന്നു വന്ന് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ആകെ വലിയൊരു ഇടി കിട്ടി. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ലൈഫ് എന്ന് വെച്ചാൽ 92%. എടാ ടൈഗറെ, വല്ലപ്പോഴും ആ മിററൊക്കെ ഒന്ന് നോക്കി ഓടിക്കടാ. നീ ഇപ്പം ഇടിച്ചാണ് വണ്ടിയുടെ ലൈഫ് ഇത്രയും കുറയാൻ. എടാ 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 റോങ് സൈഡ് കയറി പോകാതെടാ. നേരെ ആവശ്യം വരുമ്പോൾ റോങ് സൈഡ് കയറിയാൽ മതി. നീ റോങ് സൈഡിൽ കൂടെ പിടിച്ച് കയറി കഴിയാൽ അപ്പുറത്തുനിന്ന് വണ്ടി വരികയും ചെയ്യും, ഇടിക്കുകയും ചെയ്യും. ഇപ്പം തന്നെ 92% വണ്ടിയുടെ ലൈഫ്. മിക്കവാറും ഈ വണ്ടി ഇവ ഓടിച്ച് തീരുമ്പോൾ ഇതിൻ്റെ ലൈഫ് മിക്കവാറും 0 ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ നീ ശ്രദ്ധിച്ചാൽ ഓടിക്കേ. എടാ എടാടാ, വളവൊക്കെ വരുമ്പോൾ പതുക്കെങ്കിലും ബ്രേക്ക് ഇടറേ. ഇല്ല 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 ഇല്ല, ഞാനൊരു അടിപൊളി ഒരു ഹെവി ഡ്രൈവറാണ്. ഞാൻ അങ്ങനെ വളവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഇടുകയെന്നല്ല, ഞാൻ അങ്ങ് റോക്കറ്റ് കത്തിച്ച പോലെ അങ്ങ് വിടും. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. എടാ ബ്രേക്ക് ഇടറാ ബ്രേക്ക് ഇടറാ ബ്രേക്ക് ഇടറാ ബ്രേക്ക് ഇടറാ ബ്രേക്ക് ഇടടാ ബ്രേക്ക് ഇടടാ. അമ്മച്ചി ബ്രേക്ക് ഇട്ടോണ്ട് ഇപ്പം നിന്ന്, അല്ലെങ്കിൽ നേരെ ഫ്രണ്ടിൽ ചെന്ന് ഇടിക്കായിരുന്നു. ഇവൻ്റെ കാര്യം ഇപ്പം ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇടിക്കുമായിരുന്നു. നല്ല കാര്യം. അപ്പം അതൊക്കെ ഈ ഒരു ബ്രേക്കിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർത്തത്. സത്യത്തിൽ ഗൈസ്, ഞാനാണെങ്കിൽ പണ്ടാണെങ്കിൽ ഒരു XL6 ഓടിച്ചുകൊണ്ട് സ്പീഡ് വരായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ബ്രേക്ക് കിട്ടിയില്ല. നേരെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഇടിച്ചേറ്റി കൊടുത്തൊക്കെ. അത് ആ സ്ഥലമായിരുന്നു. ചേട്ടാ അപ്പോൾ XL6 ഒക്കെ ഓടിച്ചോ? എന്നോട് അത് പറഞ്ഞില്ലല്ലോ. എടാ അതിന് നീ വരണതിന് മുമ്പേടാ. നിന്നെ ഞാൻ ഈ ഇടയ്ക്ക് എന്തായാലും വാങ്ങിച്ചത്. അത് ശരിയാണല്ലേ. XL6 ഒക്കെ ഇപ്പോൾ എവിടെ? അതൊക്കെ ഞാൻ എപ്പോഴേ വിറ്റ്. അത് ഞാൻ വിറ്റിട്ട് ഞാൻ പുതിയൊരു ഇനോവ വാങ്ങിച്ച്. ആ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞ് ഗറാജിൽ കിടക്കണേ. ബെസ്റ്റ് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ചേട്ടൻ ഒട്ടും വണ്ടി ഓടിക്കാറും കണ്ട എന്നെ കണ്ട് പടി. ഞാൻ ഒരിക്കൽ ഇടിച്ചോളേ. ഈ ചേട്ടൻ ഓടിക്കുമ്പോഴാണെങ്കിലാ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ച ഒരു ഇന്ത്യൻ ബസ് ഈ ചേട്ടൻ ഓടിച്ച് അതിൻ്റെ പരിപ്പളവക്കി. എന്നിട്ടാണ് ആ ചേട്ടൻ എന്നെ കുറ്റം പറയണത്. എടാ 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 ആ വണ്ടിക്ക് നല്ല സ്പീഡൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരെ എനിക്ക് ഓടിക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ്
എന്നാലും ഈ വണ്ടിക്ക് വലിയ സ്പീഡോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഈ വണ്ടി പിന്നെ ഭയങ്കര വെയിറ്റാണ്. അത് മാത്രമല്ല ഈ വണ്ടിക്ക് പിക്കപ്പും ഇല്ല, അതേപോലെ തന്നെ സ്പീഡും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. എടാ 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 സൂക്ഷിച്ചൊക്കെ പോടാ. വണ്ടി ഇടിച്ച് ഉള്ള ലൈഫ് കൂടെ കളയാതെ. എന്നാ വണ്ടി ഇനി നേരെ ഓടിക്കാൻ പറ്റൂല. അതൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ഓടിച്ച് കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് അടങ്ങിയിരി. എന്നെ പോലത്തെ ഹെവി ഡ്രൈവറൊക്കെ ആണ് ഇതേപോലത്തെ വണ്ടികളൊക്കെ ഓടിക്കാം, മൾട്ടി സെമിയൊക്കെ. എടാ 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 നേരെ ഓടിക്കടാ. നീ എന്താടാ ഇങ്ങനെ വളച്ചോണ? ഞാൻ വളച്ചേ പോവും, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ചേട്ടാ ഒന്ന് അടങ്ങിയിരിക്കുക. എന്തിനാണ് ഇങ്ങനെ പേടിക്കണ ചേട്ടാ? ഇതാണ്ട് ഇതേപോലെ ഓവർടേക്കാണ് കണ്ട. അയ്യോ എടാ 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 ലോറിടാ. കണ്ട ഇതേപോലെ സ്മൂത്തായിട്ട് ഓടിക്കണം കണ്ട. കാറും ബൈക്കും ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ ടൈഗർ തന്നെ വേണം. എടാ എടാ നീ പോണ വഴി റോങ് സൈഡാണെടാ. ഓ അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഓടിക്കണ. വണ്ടി ഒന്നും തന്നെ അവിടെ ഇല്ല, പിന്നെ എന്തിനു ചേട്ടൻ പേടിക്കണ? ഇതേപോലെ അങ്ങ് കയറിപ്പോണം. എടാ പൊട്ട ഇത് റോങ് സൈഡാ. വണ്ടി അവിടെ നിന്ന് കണ്ട പറന്ന് വരണണ്ട. എടാ എടാ പൊട്ട സൂക്ഷിച്ച് ഓടിക്കടാ. അപ്പുറത്തോട്ട് ചാടാൻ നോക്ക്. അതൊന്നും നടക്കൂല. ഈ റോഡ് ഞാൻ നേരെ ഓടിച്ചിട്ടേ അപ്പുറത്തോട്ട് ഞാൻ കിടക്കൂ. എടാ 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 നേരെ ഓടിക്കടാ. എടാ 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 അവിടെ നിന്ന് വണ്ടി വരടാ. എൻ്റെ അമ്മേടാ നേരെ ഒന്ന് തിരിക്കടാ. അയ്യോ എൻ്റെ അമ്മച്ചേ. വണ്ടിയുടെ ലൈഫ് പിന്നെയും കുറഞ്ഞു. അയ്യോ അത് ഇച്ചിരി നല്ലൊരു ഇടിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല വലുതായിട്ട്. വണ്ടി എടുത്ത് മാറ്റടേ. ടൈഗർ ഓടിച്ചോണണ്ട, വലിയൊരു പ്രൊഫഷണൽ ഡ്രൈവറാണ് കണ്ട, കയറ്റി വിടണമല്ല. ആ ഫ്രണ്ടിൽ പോണ ക്രിസ്റ്റയൊക്കെ എന്താ പതുക്കെയാണ് പോണം, അതിനൊക്കെ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ സ്പീഡൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അതൊരു SUV പോലത്തെ വണ്ടിയാണ്. എടാ ടൈഗറേ നീ എന്താടാ കാണിക്കണ? ബെസ്റ്റ് വണ്ടിയുടെ ലൈഫൊക്കെ നോക്ക്. എടാ ക്രിസ്റ്റക്കാരെ എടുത്തോണ്ട് പോടാ. എന്താടാ ഇങ്ങനെ പതുക്കെ പോണ? ഇവന്മാരൊക്കെ ഭയങ്കര സ്ലോ. പക്ഷെ ചില വണ്ടികളൊക്കെ ആണെങ്കിൽ പോണ റോക്കറ്റ് പോലെയാണ്. എന്തായാലും നീ ഓടിക്കണ ഡ്രൈവിങ് എന്തായാലും കൊള്ളാം കേട്ടോ ടൈഗറെ. വണ്ടിയുടെ പരിപ്പളൊക്കെ നീ ഇടിച്ചിടിച്ച് നല്ല കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറേ നേരമായിട്ട് നമ്മളങ്ങനെ ഓടിക്കുകയാണ്. പാവം ഗൈസ് നമ്മുടെ ടൈഗർ ഓടിച്ചോടിച്ച് ഒരു പരിവായി. ഓക്കെ അതെന്തായാലും കുഴപ്പമില്ല, ഓടിക്കണത് നല്ലത് തന്നെ. വല്ലപ്പോഴും വണ്ടിയൊക്കെ ഓടിക്കണോടേ. ഇടാ ടൈഗറെ എന്താടാ നിനക്ക് ബ്രേക്ക് ഇടാൻ വയ്യേ? അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ ഈ വണ്ടിക്ക് ബ്രേക്കോ കുന്തോ ഒന്നും കിട്ടണില്ല, ഇതൊന്ന് തെന്നി അങ്ങ് പോണം. അയ്യോ എടാ പൊട്ട ബ്രേക്ക് ഇടറാ, അങ്ങോട്ടല്ലടാ പോണ്ട. എൻ്റെ കാര്യം എടാ ബ്രേക്കൊക്കെ ഇടും വെച്ചെങ്കിൽ നേരെ ഇടറേ. എന്തടേ നിനക്ക് ബോധവും പൊക്കണവും ഇല്ലേ? വണ്ടി ഓടിക്കണത് നേരെയല്ല, നേരെ ഓടിക്കേ. എടാ നമ്മൾ വന്ന വഴി തെറ്റിയടാ, നമുക്ക് അങ്ങോട്ടാണ് പോകണ്ട. എങ്ങോട്ട്? ഫ്രണ്ടിലോട്ട്, അല്ലാതെ തന്നെ എങ്ങോട്ട്? അത് ശരിയാണ്, ഫ്രണ്ടിലോട്ടാണ്. പോ പോ പോ. ഇവിടെയൊക്കെ പിന്നെയും മഴ പെയ്യാണ്. എടാ വൈപ്പറിട്. അതറിയാം, ചെറുതായിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേറെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതൊക്കെ മതി. പെട്ടെന്ന് ഓടിക്കടേ, നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കട്ടെ പെട്ടെന്ന് ആൾക്കാരെ. പിന്നെ ഞാൻ ഓടിക്കണ കാലം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് നീ ഓടിക്കണത്. ഓക്കെ എന്തായാലും ഇവനെ സമ്മതിക്കണം കേട്ടോ, ഇവൻ നല്ല അടിപൊളിയായിട്ടാണ് ഓടിക്കണം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ, നീ നേരെ ഓടിക്കേ. കൊണ്ടോ ഗൈസ് കൊണ്ടോ, ഞാനാണപ്പോൾ ഏറ്റവും സൂപ്പറായിട്ട് ഓടിക്കണ പ്രൊഫഷണൽ ഡ്രൈവർ. എടാ എനിക്ക് നിന്നെക്കാലം നന്നായിട്ട് ഓടിക്കാൻ അറിയടാ. ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. ഞാൻ പിന്നെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് സ്പീഡിലൊക്കെ ഓടിക്കണം. എടാ ബൈക്ക് ഇറങ്ങടാ. എടാ അയാളെ തട്ടിയിടാതെടാ. അവസാനം അയാളെ കൊന്നെന്നിറങ്ങി നാളെ പത്രത്തിൽ വാർത്തയെ പോലെ വരും. അവസാനം നിന്നെ അവർ പിടിച്ചോണ്ടു. അയ്യോ അങ്ങനെ പറയാതോ. ഓക്കെ ഇവിടെ ഇപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയാ? എത്ര പെട്ടെന്ന് എത്തിയാ? കൊള്ളാലോ. ഓക്കെ വളരെ പെട്ടെന്ന് എത്തിയതുപോലെ. എടാ പൊട്ടാ. ഭ്രാന്താ നീ എന്താടാ കാണിക്കണ? വണ്ടിയൊക്കെ വളയ്ക്കുമ്പോൾ ഒരു പതുക്കെ വളയ്ക്കടേ. ഇവ വണ്ടി ഫുള്ള് എടുത്തങ്ങ് വളയ്ക്കണ, ഫുള്ളാ ഓടിച്ചെടുക്കണം, അതാണ് കുഴപ്പം. ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടി നശിപ്പിക്കുമല്ലോ.
പോട്ട് പോട്ട്. നമ്മളെ പക്ഷേ ഡെസ്റ്റിനേഷനിൽ എത്താറായി. എത്താറായോ? ഓ പിന്നെ അല്ലാതെ നീ നല്ല സൂപ്പറായിട്ട് ഓടിച്ചല്ലേ. ഓ ഇവിടെ നല്ല മഴ വേണം. ഫുൾ വൈപ്പറിട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പതുക്കെ വണ്ടി പതുക്കെ വളക്കടേ, പതുക്കെയൊക്കെ വളക്കടേ. ഞാൻ പതുക്കെ തന്നെ വളച്ചോ, നീ വളയ്ക്കുമ്പോഴാണ് പ്രശ്നം. അയ്യോ, അങ്ങനെ ഒരുപാട് പെട്ട് നമ്മളങ്ങനെ വണ്ടിയും കൊണ്ട് നേരെ ലൊക്കേഷനിലോട്ടേക്ക് വന്നേക്കാണ്, ഡെസ്റ്റിനേഷനിൽ. ഓക്കെ, ആൾക്കാരെ അവിടെ ഇറക്കി വിട്ടോ, എന്നിട്ട് $22 വാങ്ങുക. ആൾക്കാരെല്ലാവരും ഇറങ്ങി പോകും. ആൾക്കാരൊക്കെ തളർന്നൊരു പരുവ അല്ലേടാ ടൈഗറെ. പിന്നെ അല്ലാതെ ഞാനല്ലേ ഓടിച്ച, അതുകൊണ്ട് ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. ചേട്ട ഓടിച്ച അതിനേക്കാളും പ്രശ്നമാണ്. എല്ലാവരും ഇറങ്ങ. എല്ലാവരും ഇറങ്ങിയ. ഓക്കെ. മൊത്തം ഇവിടെ 44 കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബാക്കി പറയടാ ടൈഗർ. ഓക്കെ, അപ്പം ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഷെയർ ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ. ഇറ്റ്സ് മീ ടൈഗർ.